ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ ഇവർ പറയുന്നത് 1,00,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു, പ്ലേ ബട്ടൺ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. അവരുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ പ്ലേ ബട്ടൺ എല്ലാം ലഭിക്കുക? ഇതിനായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞാൽ നമുക്ക് ഇപ്രകാരം പ്ലേ ബട്ടൺ എല്ലാം ലഭിക്കുമോ? എങ്ങനെയാണ് നമുക്ക് ഈ പ്ലേ ബട്ടൺ ലഭിക്കുക? ഇതിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാമായി ഇത് കഴിഞ്ഞു ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 30 ടു 35 ദിവസം എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കും. അതായത് ഒരു റിഡംഷൻ കോഡ് എല്ലാമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു റിഡംഷൻ കോഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കൂടി ലഭിക്കും. അതായത് ഒരു വെബ്സൈറ്റ് ലിങ്ക് കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്രകാരം യൂട്യൂബ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ റെഡീം കോഡ് ഇത് നിങ്ങൾ ആ ഒരു സൈറ്റിൽ എൻ്റർ ചെയ്യണം. ഇപ്രകാരം എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിൽവർ അവാർഡ് ഇതെല്ലാം ലഭിക്കുക. ഇതിനായി നിങ്ങൾ ഇപ്രകാരം ഈ കോഡെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കുറച്ച് ഇൻഫർമേഷൻ എല്ലാം ഇവിടെ ചോദിക്കും. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ പ്ലേ ബട്ടണിൽ ഇതിൽ വരേണ്ട പേരെന്താണ്, ഇത് കറക്റ്റായി നിങ്ങൾ തെറ്റാതെ ഇതുപോലെ എൻ്റർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എല്ലാം ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പ്ലേ ബട്ടന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് വീക്കുകളെല്ലാം കഴിഞ്ഞ്, അതായത് ഒരു 3 ആഴ്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഈ ഒരു പ്ലേ ബട്ടൺ എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലേക്ക് ലഭിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ ചാനലിനും ഇത്തരത്തിൽ പ്ലേ ബട്ടൺ എല്ലാം ലഭിക്കുമോ? ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇങ്ങനെ എല്ലാ ചാനലുകൾക്കും ഈ ഒരു പ്ലേ ബട്ടൺ ലഭിക്കില്ല. ഇതിന് നമുക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് ആ ക്രൈറ്റീരിയ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം നൽകാം. അതിനാൽ തന്നെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെല്ലാമാണ് ഇത്തരത്തിൽ പ്ലേ ബട്ടൺ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയ എന്നെല്ലാം മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്